ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? മെറ്റയില് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ്. അത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTML കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ടൈപ്പ് ചെയ്യുക ലെസ് ദാൻ ടൈറ്റിൽ, ടൈറ്റിൽ ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. ഒരു ടൈറ്റിൽ ക്ലോസ് ചെയ്തോളൂ. ഇനി ഇത് സേവ് ചെയ്യുക. ഇനി ഇത് മിനിമൈസ് ചെയ്തിടാം. നോട്ട് പാഡ് മിനിമൈസ് ചെയ്യുക. അതന്നെ. ഇതാണല്ലോ home.html. ഇതൊന്ന് റിഫ്രഷ് ചെയ്തേ. ഓക്കെ. നിങ്ങൾ ആ ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള എന്ന് ടൈപ്പ് ചെയ്തു, പക്ഷെ അത് ഇവിടെ വരുന്നില്ല. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എവിടെയാണ്? ഇല്ല, കാണാൻ പറ്റുന്നില്ല. അത് കാണാം. നിങ്ങൾ ആ ടാബുമേക്ക് മൗസ് പോട്ടെ. അല്ല, ഇപ്പൊ home.html ടാബ് ഉണ്ടല്ലോ ഏറ്റവും റൈറ്റ് സൈഡ് ടോപ്പ് റൈറ്റില്, അല്ല മുകളില് ടാബ് ഉണ്ടോ? അവിടെ കണ്ടോ എഴുതിക്കുന്നുണ്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്? മൗസ് മുകളിലേക്ക് പോട്ടെ, കുറച്ചുകൂടി മുകളിലേക്ക് പോട്ടെ. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിലേക്ക് മൗസ് പോട്ടെ. കുറച്ചുകൂടി മൗസ് മുകളിൽ പോട്ടെ, ഒരു പൊടി മുകളിലേക്ക് വെക്ക്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഡ്രോപ്പ് ഡൗൺ ആവും. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. തൊട്ടപ്പുറത്തേക്ക് മൗസ് നീങ്ങൂലേ ഒട്ടും? പറ്റുള്ളത്. ശരി, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടപ്പുറത്തേക്ക് മൗസ് പോകണത്തേ. അത് കഴിഞ്ഞിട്ടുള്ള ടാബിലേക്ക് ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ ശരി, ആ home.html എന്ന് പറയുന്ന ആ ടാബ് നിങ്ങൾ ക്ലോസ് ചെയ്ത് home.html എന്ന് പറയുന്ന ടാബ് ക്ലോസ് ചെയ്യും. contact.html എന്ന് പറയുന്ന ടാബ് ക്ലോസ് ചെയ്യും. വെരി ഗുഡ്. ഇനി ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ടാബുമേക്ക് മൗസ് പോട്ടെ. കുറച്ചുകൂടി അവിടെ കണ്ട, അവിടെയാണ് ആ ടൈറ്റിൽ എഴുതുന്നത്, അവിടെയാണ് വരാ. മനസ്സിലായോ ആർക്കെങ്കിലും? ഇല്ല. ഫയലിന്റെ പേര് തന്നെ അതായി അല്ലേ? ഫയലിന്റെ പേര് തന്നെ ചേഞ്ച് ആയോ? ഇല്ല, പേരൊന്നും ചേഞ്ച് ചെയ്യില്ല. പേര് ഇപ്പോഴും home.html തന്നെയാ. ആ പേജിന്റെ ടൈറ്റിൽ മാറി. ആ ടൈറ്റിൽ നിങ്ങൾ ഒന്നും എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ കണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. അത് മനസ്സിലാക്കാനാണ്. അതായത് ഒന്നും കൂടി HTML ആ നോട്ട് പാഡ് ഒന്നും കൂടി മാക്സിമൈസ് ചെയ്തേ. ക്ലിക്ക് ചെയ്താൽ മതി. മാക്സിമൈസ് ഉദ്ദേശിച്ച് താഴെ ക്ലിക്ക് ചെയ്യാം. വരട്ടെ. ഇല്ലോന്നാ? ഇല്ല, നമുക്ക് കാണുന്നില്ലല്ലോ. ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ബോഡിയുടെ അകത്ത് എഴുതുന്നതാണ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ബോഡിയുടെ അകത്ത് എഴുതുന്നതാണ്. ഇത് നമ്മൾ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ബോഡിയുടെ പുറത്താണ്. അതാണ് ടൈറ്റിൽ ടാഗ്. ക്ലിയർ ആയോ? ഇല്ല. മനസ്സിലായവരായത് ഒക്കെ പറയും. മനസ്സിലായി. ഗുഡ്. ഇനി ആ ടൈറ്റിൽ കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ച് ഇനി ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക. ലെസ് ദാൻ മെറ്റ, META മെറ്റ. സ്പേസ് അടിക്കുക. അല്ലല്ല, സ്പേസ്. നെയിം ഈക്വൽ ഡിസ്ക്രിപ്ഷൻ. നെയിം ഈക്വൽ ഡിസ്ക്രിപ്ഷൻ. ഒന്നുകൂടി സ്പേസ് അടിക്കുക. കണ്ടന്റ് ഈക്വൽ ഡബിൾ കോട്ട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരളാസ് നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരളാസ് അങ്ങനെയല്ല, കറക്റ്റ്. കേരളാസ് നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതുക.
Kerala's #1 digital marketing institute. ഓക്കെ, എന്നിട്ട് മെറ്റയുടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടും. അത്രയുള്ള കണ്ട മെറ്റ ഇതാണ്. ഇത് സേവ് ചെയ്യാം. ഇനി അത് റിഫ്രഷ് ചെയ്ത് അത് നിങ്ങൾക്ക് എങ്ങും കാണാൻ പറ്റില്ല. ഇനി നിങ്ങൾ ആ വൈറ്റ് സ്ക്രീനിന്റെ റൈറ്റ് ക്ലിക്ക് അടിച്ച് റൈറ്റ് ക്ലിക്ക് അടി വ്യൂ പേജ് സോഴ്സ് കണ്ടോ? എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് അടിക്കുക, വ്യൂ പേജ് സോഴ്സ്. കാരണം നിങ്ങൾ എഴുതിയിരിക്കുന്ന HTML ഇങ്ങനെ കാണാം. നിങ്ങൾ ഓരോ ടെക്നിക്കുകൾ ഞാൻ പറയുന്നതാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് അടുത്തടുത്ത ലെവലിലേക്ക് ഇത് കൊണ്ടുപോകണതാണ് ഞാൻ. ഓരോ സ്ക്രീനിൽ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. ഇനി ഒന്നും കൂടിയും ഇതിന്റെ മറ്റു വ്യൂ എടുത്ത് അല്ലല്ല ഇതിന്റെ ഇത് എടുക്കും. മറ്റേ അതല്ല തൊട്ട് മുന്നത്തെ ടാബ് എടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. ആ ടാബ് ഓപ്പൺ ചെയ്യും. home.html തൊട്ട് മുന്നത്തെ ടാബില്ലേ? ടാബ് എന്ന് പറയുന്നത് എന്താ? ഇതല്ലേ സർ മേളത്തെ? എനിക്കത് എടുക്കാൻ പറ്റില്ല. അതല്ല, തൊട്ട് മുന്നത്തെ ടാബ് എടുത്ത് branches.html എന്ന് പറഞ്ഞ ടാബ് ഉണ്ടല്ലോ, അതെടുത്ത്. അത് കഴിഞ്ഞിട്ടുള്ള ടാബ് എടുത്ത്. അല്ലെങ്കിൽ വേണ്ട, home.html ഡിലീറ്റ് ചെയ്തോളെ. ഇപ്പൊ വന്നു. അത് മതി. ടാബ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അല്ല, ഇപ്പൊ എടുത്ത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ടാബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ആദ്യത്തല്ലേ സർ ടോപ്പില് വരുന്നല്ലേ ഇത്? ഈ ഓരോ ടാബ് ഇപ്പൊ 3-4 ടാബല്ലേ ഓപ്പൺ ആയിരിക്കുന്നത്, അതല്ലേ? അതാണ് ടാബ്. ക്ലിയർ ആയോ? ടാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങടെ പോണ്ടേ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കോൺസെപ്റ്റ് കിട്ടി പോകാനാണ് പറയുന്നത് എല്ലാവരോടും. ടാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഇപ്പൊ വ്യൂ സോഴ്സ് എല്ലാം ടെക്നിക്കൽ ടേമുകളാണ് എല്ലാം. നിങ്ങൾ ഇതൊക്കെ പയ്യെ പഠിക്കണമല്ല. നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ഇതാവാനാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വ്യൂ സോഴ്സ് മനസ്സിലായി, ഡിസ്ക്രിപ്ഷൻ മനസ്സിലായി, ടൈറ്റിൽ മനസ്സിലായി. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടില്ല അല്ലെ? ടൈറ്റിൽ ആണെങ്കിൽ ടാബിൽ വരുന്നു അല്ലെ? ഇതുവരെ ക്ലിയർ ആണോ? ഇനി നിങ്ങൾ വേറെ ഒരു ടാബ് പ്ലസ് അടിച്ചിട്ട് google.com എടുത്തേ. google.com വേറെ സെർച്ച് ചെയ്ത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യാം. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി സെർച്ച് ചെയ്തു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ നിങ്ങൾ ഒരു സൈറ്റ് കണ്ടോ? ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏതാ? 99 acres. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ഇപ്പൊ ചെയ്താലേ കിട്ടുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പയ്യെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പയ്യെ കയറാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അവിടെ നിങ്ങൾ കണ്ടോ 1-260+ അപ്പാർട്ട്മെന്റ്സ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്നുള്ളൊരു ഹെഡിങ് കണ്ടോ? ഒരു ബ്ലൂ. അവിടേക്ക് മൗസ് കൊണ്ടുവരാം. അതെ, ഞാൻ പറയുമ്പോൾ മൗസ് അവിടേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്കും മനസ്സിലായി, എനിക്ക് ക്ലിയർ ആവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങളോട് ചെയ്യിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് ആ സൈറ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഓപ്പൺ ഇൻ ന്യൂ ടാബ് അടിക്കുക. അപ്പൊ പുതിയ ടാബ് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് അടിക്കാതെ അപ്പൊ പുതിയ ടാബിൽ അത് ഓപ്പൺ ആയി. ക്ലിയർ ആയോ? ആ ടാബുമേക്ക് മൗസ് അല്ല, ആ ടാബുമേക്ക് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി കണ്ടോ? ടാബ് ഞാൻ പേജ് ഓപ്പൺ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആ ടാബുമേക്ക് മൗസ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. നിങ്ങൾ മൗസ് കൊണ്ട് ക്ലിക്കും കഴിഞ്ഞു. ക്ലിക്ക് ചെയ്തതിന് കുഴപ്പമില്ല. ശ്രദ്ധിക്കുക, അവിടെ കണ്ടോ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി 1-80+ അപ്പാർട്ട്മെന്റ്സ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്ന് കണ്ടോ? ഇനി വീണ്ടും ആ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിയിലേക്ക് വന്ന് തൊട്ട് മുന്നത്തെ ടാബ് എടുത്ത് മുന്നത്തെ ടാബ് ഓപ്പൺ ചെയ്യും. തൊട്ട് മുന്നത്തെ ടാബ് ഇവിടെ കണ്ടോ 126 അപ്പാർട്ട്മെന്റ്സ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്ന് കണ്ടോ? അവിടേക്ക് മൗസ് വരട്ടെ. മൗസ് വരട്ടെ.
കണ്ട ആ പേജിന്റെ ടൈറ്റിലുള്ളതാണ് ഇവിടെ വരാ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഗൂഗിളിൽ ഡിസ്പ്ലേ ആവുന്നത് ഒരു വെബ്സൈറ്റിന്റെ പേജിലുള്ള ടൈറ്റിൽ ഉള്ളതാണ് ഇവിടെ വരാ. ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായി സർ. ആ കോൺസെപ്റ്റ് കിട്ടിയോ? ഇനി നിങ്ങൾ അതിന്റെ താഴെ കണ്ടില്ലേ, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി 3 BHK ഫ്ലാറ്റ്സ് ഇൻ എളമക്കര എന്നുണ്ടല്ലേ ഒരു പാരഗ്രാഫ് പോലെ. അതെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ നേരത്തെ ഒരു പേജിൽ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് കണ്ടന്റ് എഴുതില്ലേ, അതാണ് ഇവിടെ വരാ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പറഞ്ഞത്. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും. അപ്പൊ സാർ ഇത് ടൈറ്റിലായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് അതല്ലേ ഞാൻ നിങ്ങളെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചത് അതാണ്. അതുകൊണ്ടല്ല ഞാൻ ആ സൈറ്റ് ടാബ് എടുക്കാനും വീണ ടാബ് എടുക്ക്, ആ സൈറ്റിന്റെ ആ പേജിന്റെ ടാബ് എടുത്തേ, ടാബ് ക്ലിക്ക് ചെയ്തോളൂ. വേണ്ട, ഞാൻ ടാബുമേക്ക് മൗസ് പോട്ടെ, അവിടെ കാണിക്കും, അത് എഴുതി കാണിക്കും. മുകളിലെ ടാബുമേക്ക് മൗസ് പോട്ടെ, കുറച്ചുകൂടി മുകളിലേക്ക് മൗസ് ഇതുമില്ലേ, ഇത്ര വരുള്ളൂ. അവിടെ കണ്ട, അവിടെ എഴുതിക്കണ്ട ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി 1-280 അപ്പാർട്ട്മെന്റ്സ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്നൊക്കെ ഉണ്ടോ? ക്ലിയർ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കാണിക്കാം. നിങ്ങൾ ആ മൗസ് താഴേക്ക് താത്തിയേ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക. താഴേക്ക് താത്താൻ പറഞ്ഞ മോളിൽ പോകണ്ട, താഴേക്ക് താഴെ താത്ത, നീ റൈറ്റ് ക്ലിക്ക് അടിക്കാം. ഇനി വ്യൂ സോഴ്സ് എടുക്കുക ഈ പേജിന്റെ. വരട്ടെ കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഇനി കൺട്രോൾ F അടിക്കുക, കൺട്രോൾ F. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്ത് പഠിക്കുക. ഇനി ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക, ടൈറ്റിൽ. ഞാൻ അവിടെ ഇൻറ്റു ക്ലോസ് ചെയ്ത്, അവിടെ ഒരു സെർച്ചിന്റെ അവിടെ ഇൻറ്റു വന്നിട്ടില്ല, അത് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്യാം. കണ്ടോ, അവിടെ ടൈറ്റിൽ ടാഗ് കണ്ടോ, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. അവിടേക്ക് മൗസ് കൊണ്ട് അത് സെലക്ട് ചെയ്യൂ. അതാണ് ലൈൻ സെലക്ട് ചെയ്തോളൂ. അപ്പോഴാണ് നിങ്ങൾ നമ്മൾ രണ്ടുപേരും ഒരു മനസ്സിലാവുന്നു. അത് ക്യാൻസൽ ചെയ്യും. പോട്ടെ, ക്ലിയർ ആയോ? കണ്ടോ, അവിടെ ടൈറ്റിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പൊ സെലക്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ടൈറ്റിലാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ടൈറ്റിൽ ഇതല്ലേ സർ? അതാണ് ടൈറ്റിൽ. ടൈറ്റിൽ അവിടെ ക്ലോസ് ആയി. പിന്നെ ഡിസ്ക്രിപ്ഷന്റെ കണ്ടന്റ്. ക്ലിയർ ആയോ? ഇനി ടാബ് ക്ലോസ് ചെയ്യാം. ഇപ്പൊ എടുത്തിരിക്കുന്ന ടാബ് ക്ലോസ് ചെയ്യാം. ഇത് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്താലേ കിട്ടൂ. എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി. തൊട്ട് മുന്നത്തെ ടാബിലേക്ക് വരാം, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. അപ്പൊ എന്താണ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മനസ്സിലായി എല്ലാവർക്കും? തൊട്ട് മുന്നത്തെ ടാബ് എടുത്തോളൂ. അത് തന്നെ. എവിടെ വന്നേന്ന് മനസ്സിലായോ? ഷഹ്മ, ക്ലിയർ ആയോ? ക്ലിയർ സർ, മനസ്സിലായി. ഗുഡ്. നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനാണ് നമ്മൾ പയ്യെ അതിലേക്ക് വരികയാണ്. ഇനി അടുത്തതെന്ന് വെച്ചാല്, അപ്പൊ ഷഹ്മ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ ഇതിലേക്ക് ഇപ്പൊ തന്നെ ഒന്ന് ആഡ് ചെയ്യാം പ്ലീസ്. ഓക്കേ സർ. ഇപ്പൊ തന്നെ ഒന്ന് ആഡ് ചെയ്യാം. മറ്റേ കുട്ടി ഇങ്ങനെ കട്ടായി പോയോ? ശ്രുതിക്ക് ക്ലിയർ അല്ലേ? അതെ സർ. അപ്പൊ ഈ മെറ്റ എന്തിനായിരിക്കും യൂസ് ചെയ്യണേ? അത് അതിന്റെ ഒരു സിന്റാക്സ് ആണ്. അങ്ങനെ അതിന്റെ റൂളാണ് അങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത്. മെറ്റ ക്ലിയർ ആയോ?
ഇല്ല. ഹലോ, ആ ക്ലിയർ ആയി സർ. അങ്ങനെ എഴുതിയാലത് വരൂ. ആ അപ്പൊ എപ്പോ ഡിസ്ക്രിപ്ഷൻ കൊടുത്താലും കൊടുക്കുമ്പോ ഇങ്ങനെ ഈ ഫോർമാറ്റിൽ അത് തന്നെ ഫോളോ കൊടുക്കണം ചെയ്യണം, അല്ലേ? ഫോളോ ചെയ്യണം. അതാണ് ആ അതിന്റെ റൂള്. ആ ഓക്കെ. അതാണ് റൂൾ എന്ന് പറയുന്നത്. ഗുഡ്. ക്ലിയർ? ഇനി ഞാൻ അന്ന് W3 സ്കൂൾ നോക്കാൻ വേണ്ട എല്ലാവരും നോക്കിയായിരുന്നോ? ആ നോക്കിയിരുന്നു. അതെങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ മനസ്സിലായോ? ആ ഗുഡ്. കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയോ HTML ഒക്കെ? ആ W3 സ്കൂള് HTML ഒക്കെ നോക്കുമ്പോൾ കുറച്ചും അപ്പൊ കൂടി ഈ ടൈറ്റിൽ കണ്ടിരുന്നു സർ, പക്ഷെ ഞാൻ കൊടുത്തു നോക്കിയിട്ട് എനിക്കത് മനസ്സിലായില്ല അത് എന്തായിരുന്നു. ഞാൻ വെരി ഗുഡ്. ജസ്റ്റ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈറ്റിലായിട്ട് കൊടുക്കാൻ വേണ്ടിയാ ട്രൈ ചെയ്തത്, പക്ഷെ അതെനിക്ക് വർക്കൗട്ട് ആയില്ല. കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണു, കിട്ടാണ്ടിരിക്കണു, ക്ലാസ് വരുമ്പോൾ കിട്ടണു, കണക്ട്, അങ്ങനെയാണ് പഠിക്കണേന്ന്. ക്ലിയർ ആയോ? കിട്ടിയില്ല എന്നോർത്ത് ടെൻഷൻ വേണ്ട. കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ട്രൈ ചെയ്യുക. കിട്ടില്ല, ചിലപ്പോൾ എല്ലാം കിട്ടില്ല. പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വരുമ്പോൾ കിട്ടും. ഓക്കെ, ഓക്കെ ഗുഡ്. ട്രൈ ചെയ്യാം, എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. ഡൗട്ട് വരുമ്പോൾ ക്ലാസ്സിൽ ഒന്ന് ചോദിക്കുക. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പൊ W3 സ്കൂൾ നോക്കി, HTML അത്യാവശ്യം ഒരു ഐഡിയ, ഇമേജ് കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് പേജസ് മനസ്സിലായി, ഹൈപ്പർ ലിങ്ക് മനസ്സിലായി, ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ മനസ്സിലായി. വെരി ഗുഡ്. ഇനി നമ്മൾ വേറെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു HTML ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ വേറെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശ്രുതി ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഇനി ഈ നോട്ട് പാഡ് മിനിമൈസ് ചെയ്യൂ. നോട്ട് പാഡ് മിനിമൈസ് ചെയ്യൂ. നോട്ട് പാഡ് ക്ലോസ് ചെയ്തോളൂ. നോട്ട് പാഡ് ക്ലോസ് ആയി. ഇനി നിങ്ങൾ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ബ്ലോഗർ. ബ്ലോഗർ സെർച്ച് ചെയ്യുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്. ബ്ലോഗർ GGER. അത് തന്നെ, blogger.com. അത് സെർച്ച് ചെയ്തോളൂ. ഇനി ആദ്യത്തെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ blogger.com ഓപ്പൺ ചെയ്യുക. blogger.com ഓപ്പൺ ചെയ്യുക. എല്ലാവരും ശ്രദ്ധിക്കണം, ഓരോ സ്റ്റെപ്പുകളും. ഷഹമ ക്ലാസ് നോക്കുന്നവരെ നോട്ട് ചെയ്യാട്ടോ. ഓരോന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാനിപ്പോ ചെയ്യാൻ സമയം തരാം. അപ്പൊ നിങ്ങൾ ചെയ്യണം. Okay, sir. ഇനി ആദ്യം തന്നെ blogger.com ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് യുവർ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. സ്ക്രീൻ ഷെയർ മാറ്റിയിട്ടുണ്ട്. പയ്യെ ടൈപ്പ് ചെയ്ത പേടിക്കണ്ട. അല്ല സർ, ഞാൻ പാസ്വേഡ് മറന്നുപോയി. അത് കണ്ടുപിടിക്കേ. ഇതൊക്കെ ഷഹ്മ, നിങ്ങൾ blogger.com ലോഗിൻ ചെയ്യ്.
ഇതൊന്നും പേടിക്കണ്ട, നിങ്ങളൊക്കെ ജിമെയിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം, പഠിക്കണം, ഒക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആ മാർക്കും കിട്ടില്ല, അതൊക്കെ കിട്ടണം. അതാണ് ക്ലാസ്സിൽ. സർ അതിന്റെ ഒരു ക്ലോസ് ആയി പോയി ഈ വിൻഡോ. ഞാൻ ക്ലോസ് ചെയ്തതാ. അതല്ല, ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞത് ഇതിന്റെ ഇടയില്. അല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങളും ബ്ലോഗറിൽ ലോഗിൻ ചെയ്യാനാ പറഞ്ഞത്. സ്ക്രീൻ ഷെയർ ആണ് സർ. വേണ്ട വേണ്ട. ഓക്കെ. ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. സർ എന്റെ പാസ്വേഡ് മറന്നുപോയി. വീണ്ടും ആയിട്ടില്ല. ആവണില്ല. ഓക്കെ, ഡോണ്ട് വറി. അപ്പൊ ഷഹ്മ സ്ക്രീൻ ഷെയർ ചെയ്യ്. ആ പുതിയ ഇമെയിൽ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കോളൂ, എന്നാലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും പിടിക്കാനും പലതും തെറ്റ് കിട്ടും, കിട്ടില്ല, തെറ്റുകൾ പറ്റും. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ പഠിക്കുക. നമ്മൾ പ്രാക്ടിക്കലാണ് പഠിക്കുന്ന എപ്പോഴും ഡിഫിക്കൽട്ട് ആയിരിക്കും, എററുകളായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ എക്സ്പെർട്ട് ആവണേ. നാളെ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്തു. ഓക്കെ, ഗുഡ്. ചൂസ് അനദർ അക്കൗണ്ട് എടുത്ത്. വേറെ ജിമെയിൽ ഉണ്ടോ? ഷഹ്മ, വേറെ ജിമെയിൽ ഉണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. മറുപടി പറയൂ, ഞാൻ ചോദിക്കാല്ലേ നിങ്ങളോട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ പ്രാക്ടിക്കൽ ഇന്ററാക്ഷൻ നിർത്തും, എടുത്തെടുത്ത് പോകും. നിങ്ങള് നല്ല രീതിയിൽ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ 10 സപ്പോർട്ട് കാണിക്കണം. ഈ ജിമെയിലും ഇല്ല. ഡോണ്ട് വറി, പയ്യെ മതി, തെറ്റിക്കോട്ടെ. പാസ്വേഡ് ഒന്നുട്ടാ, ഞാൻ വെറുതെ വെച്ചതാ, പറയേണ്ട ചാടി. അടുത്ത സ്റ്റെപ്പ് ശരിക്കും ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കുക, വെയിറ്റ് ചെയ്യാട്ടോ. ഇനി ഞാൻ ഓരോന്നും ഒരു മിനിറ്റ്, അത് താഴേക്ക് താത്തി. ആ യെല്ലോ ബോക്സ് ആണ് ക്ലോസ് ചെയ്ത് കളഞ്ഞോളൂ. ടോപ്പ് റൈറ്റിൽ ക്ലോസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, ഓരോ സ്റ്റെപ്പ് ഞാൻ പറയാം. ഇനി തൊട്ട് ശ്രദ്ധിക്കുക. ശ്രുതി ജിമെയില് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനത്തെ വിൻഡോ ആയിരിക്കും വരണേ കേട്ടോ. ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ്. ദിസ് ഈസ് ദ ടൈറ്റിൽ അറ്റ് ടോപ്പ്. നിങ്ങളെ ഷഹനയുടെ ബിസിനസ് എന്ത് ബിസിനസ് ഷഹനയ്ക്ക് താല്പര്യം? ക്രാഫ്റ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ കൊടുക്കുക അവിടെ. നിങ്ങളുടെ കമ്പനിക്ക് വല്ല പേരുണ്ടോ? വെരി ഗുഡ്. ഓക്ക് ആർട്ട്, അതാണ് പേര്? ശരി, ഇനി നെക്സ്റ്റ് അടിക്കാം. ഇനി നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. കണ്ട, ചൂസ് നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ? കൊടുക്കുക. ഓക്കാർക്ക് ഒരുമിച്ച് കൊടുക്കുക. അത് ദീസ് ബ്ലോഗ് അഡ്രസ് ഡസ് നോട്ട് അവൈലബിൾ എന്നാണ്. അപ്പൊ അതിന്റെ കൂടെ ആ ഓക്കാർട്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? അറ്റ് ദ റേറ്റ് വരില്ല, വേറെ എന്തെങ്കിലും പേര് പോലെ. ഓക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അതന്നെ, അത് കണ്ട തൊട്ട് താഴെ തന്നെ പറഞ്ഞേക്കണ ദീസ് ബ്ലോഗ് അഡ്രസ് ഈസ് അവൈലബിൾ. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേരായിരിക്കും ഓക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് .blogspot.com.
ക്ലിയർ ആയോ? ക്ലിയർ സർ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കമ്പനിയാണ് അങ്ങനെയാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് റെഡിയായി. ഇനി നിങ്ങളുടെ പേര് കൊടുത്തോളൂ. നിങ്ങളുടെ പേര് തന്നെ കൊടുത്തോളൂ. നിങ്ങളുടെ പേര് തന്നെ കൊടുത്തോളൂ. കൊടുത്തു സർ. ഫിനിഷ്. നിങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോൾ റെഡിയായി. ക്ലിയർ? ഈ വെബ്സൈറ്റിലേക്ക് ഇനി ഒരു കണ്ടന്റ് ഇടണമെങ്കിൽ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ കണ്ട ന്യൂ പോസ്റ്റ് അതുമ്മ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ഹെഡിങ് കണ്ട ടൈറ്റില് അവിടെ കൊടുക്കുക. വെൽക്കം ടു ഓക്ക് ആൻഡ് ക്രാഫ്റ്റ്. വെൽക്കം ടു ഓക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഓക്കെ ഓക്കെ സർ. ക്ലിയർ? ഇനി അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഇടണം. താഴെ ക്ലിക്ക് ചെയ്യാം. താഴത്തെ വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇടുന്ന കണ്ടന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ടാബ് ഓപ്പൺ ചെയ്ത് മുകളിൽ തന്നെ ഗുഡ് ചാറ്റ് GPT എടുക്കുക. ഗുഡ്. വരട്ടെ. വെരിഫൈ യു ആർ എ ഹ്യൂമൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് നൗ. ഗുഡ്. നിങ്ങൾ ചെയ്ത് പഠിക്കുന്നുള്ളതാണ്. ഇനി നിങ്ങൾ അവിടെ എഴുതുക ഐ നീഡ് ഷോർട്ട് വെൽക്കം പാരഗ്രാഫ്. I need a short welcome paragraph for my company art and craft. Art and craft alle. Art and craft and full stop put either. My company name is Oak. ഇഷ്ടമുള്ളത് കൊടുത്തോ. My company name is Oak. എന്നാ എസ്റ്റാബ്ലിഷ്ഡ് ആയ 2022. കോമേറ്റഡ് എഴുതാ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏത് ഇയറാ? 2021. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്നിട്ടാ ഫുൾ സ്റ്റോപ്പ് ഇട്ട് എഴുതുക. മൈ ഫീച്ചേഴ്സ് ആർ. വെറുതെ എഴുതിയാൽ മതി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത്. മൈ ഫീച്ചേഴ്സ് ആർ. എന്നിട്ടാ ക്രാഫ്റ്റിംഗ് അത്ര ജെൻഡർ അടിച്ചോ. ഗുഡ്. വെൽക്കം വരുന്നുള്ളൂ. വെൽക്കം ടു ഓക്ക്. മുകളിലത്തെ പോട്ടെ. ഏതാ ഇഷ്ടപ്പെട്ട വെൽക്കം ടു അത് എടുത്തോ. ഉണ്ട് സിൻസ് 2000. എന്ത് രസ. അങ്ങനെ അത് വേണമെന്നില്ല. സിൻസ് 2000 സെലക്ട് ചെയ്യും. ഗുഡ്. കോപ്പി ചെയ്യാം. ഇനി ആ സൈറ്റിലേക്ക് പോട്ടെ. പോസ്റ്റ് എഡിറ്റ് അവിടേക്ക് പോട്ടെ. വെരി ഗുഡ്. ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാം. ഗുഡ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേര് അതിൽ കാണിച്ചിട്ടില്ലേ? ഓക്ക് ഉണ്ട്. ഓക്ക് ബ്രിങ്സ് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ ഉണ്ടോ? രണ്ടാമത്തെ സെന്റൻസിൽ കണ്ടോ? ഓക്ക് ബ്രിങ്സ് ക്രിയേറ്റിവിറ്റി. ആ ഓക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ആയില്ല. ഡബിൾ ക്ലിക്ക്. ബോൾഡ് ബീമ ക്ലിക്ക് ചെയ്ത മുകളില്
ബോൾഡ്. കണ്ടപ്പോൾ ബോൾഡ് ആവും. ഓക്കെ. ഇനി അണ്ടർലൈൻ ക്ലിക്ക് ചെയ്ത് യു ഉണ്ടോ അവിടെ തൊട്ടപ്പുറം അണ്ടർലൈൻ? ഇത് താഴെ അവിടെ ക്ലിക്ക് ചെയ്തോ, അവിടെ ക്ലിക്ക് അപ്പൊ ബോൾഡ് ആയി. ഈ ഇതിന്റെ HTML ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചാൽ, വെൽക്കം ടു ഓക്ക് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള ടൈറ്റിൽ കണ്ടോ അവിടെ, അതിന്റെ താഴെ ഒരു പെൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ HTML വ്യൂ കൊടുത്ത് കണ്ട, ഓക്കിന്റെ അവിടെ അണ്ടർലൈനും ബിയും കണ്ടോ? അത് അതാ പറഞ്ഞ HTML നിങ്ങൾ പഠിക്കണ്ട, ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ HTML പഠിപ്പിച്ചേ. ഞാൻ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ക്ലിയർ ആയോ? വെരി ഗുഡ്. ഞാൻ വെൽക്കം ടു ഓക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ താഴെ വീണ്ടും ലെസ് ദാൻ ഗ്രേസ് അവിടെ ക്ലിക്ക് ചെയ്യാ. ഇനി അവിടെ കമ്പോസ് വ്യൂ ക്ലിക്ക് ചെയ്യാ. ഇനി നിങ്ങൾക്ക് അവിടെ സ്പെഷ്യലൈസ് ഇൻ ക്രാഫ്റ്റിംഗ് എഴുതിക്കണ്ടോ, ഫസ്റ്റ് സെന്റൻസ് സ്പെഷ്യലൈസ് ഇൻ ക്രാഫ്റ്റിംഗ്. ആ ക്രാഫ്റ്റിംഗ് സെലക്ട് ചെയ്യും. സ്പെഷ്യലൈസിങ് ഇൻ ക്രാഫ്റ്റിംഗ് സെലക്ട് ചെയ്യുക. അണ്ട് അവിടെ തൊട്ടുമുകളിൽ കണ്ട കളർ വേണമെങ്കിൽ കൊടുക്കാം. കണ്ട ടെക്സ്റ്റ് കളർ, ഇഷ്ടമുള്ള കളർ കൊടുത്തോ. താഴെ സെലക്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. കണ്ടപ്പോ കളർ മാറി. അപ്പൊ അതൊന്നും HTML ഓട്ടോമാറ്റിക്കലി അതിന് ക്രിയേറ്റ് ആവും. ഐഡിയ കിട്ടിയോ? ഇത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് സാധനം ഓപ്പൺ, ഇതിന്റെ ഓരോ സാധനം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പഠിച്ചാൽ തീരില്ല. കണ്ട അവിടെ സ്പാൻ കളർ ഒക്കെ വന്നിട്ടുണ്ട്. ഈ കമ്പോസ് വ്യൂ എടുക്കാം. ഇനി ഇത് എന്ത് ചെയ്യണം, ടോപ്പ് റൈറ്റിൽ പോയിട്ട് പബ്ലിഷ് ചെയ്യാ. ചെയ്ത് നിങ്ങൾ പേടിക്കണം. അങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. കൺഫേം. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് റെഡിയായി. ഇനി സ്ക്രീനിന്റെ ലെഫ്റ്റിൽ താഴേക്ക് വന്നേ, താഴേക്ക് സ്ക്രോൾ ചെയ്യും. ലെഫ്റ്റിൽ താഴേക്ക്, ലെഫ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ വ്യൂ ബ്ലോഗ് എന്നുണ്ടോ, അതുമ്മ ക്ലിക്ക് ചെയ്യുക. താഴെ വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ വേറൊരു പേജിൽ നിങ്ങളുടെ മുകളിൽ കണ്ടോ blogspot.com കണ്ടോ, മുകളിൽ URL അവിടെ മൗസ് വെബ്സൈറ്റ്. ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. ക്ലിയർ ആയോ? ഇനി ഒന്നും കൂടി അടുത്തൊട്ട് മുന്നത്തെ ടാബിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോ കണ്ട, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജ് ഇവിടെ കാണാം. വെൽക്കം ടു ഓക്ക് ആൻഡ് ക്രാഫ്റ്റ് എന്ന് കണ്ടോ? ഇനി അവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും അതുമ്പോ ക്ലിക്ക് ചെയ്യാ. കണ്ട, അണ്ട് നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ടോപ്പ് റൈറ്റിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. നേരത്തെ പബ്ലിഷ് ക്ലിക്ക് ചെയ്തില്ലേ, അവിടെ തന്നെ റൈറ്റ് സൈഡിൽ, ടോപ്പ് റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്ഡേറ്റ് ആയതിന് വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടാബ് ഓപ്പൺ ചെയ്യാൻ അത് കഴിഞ്ഞിട്ടുള്ള ടാബ് ക്ലിക്ക് ചെയ്യും. തൊട്ടപ്പുറത്തെ ടാബ്, അതാണ് നിങ്ങളുടെ പേജ്. ഇനി അത് വരണമെങ്കിൽ റിഫ്രഷ് അടിക്കുക. മനസ്സിലാവുണ്ടോ? അത് അവിടെ കളർ മാറണമെങ്കിൽ ആ റീഡ് മോർ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ആ പേജ് താഴെ കണ്ട റീഡ് മോർ കണ്ട, ഓക്കിന്റെ കളർ മാറി. അറിയോ? ഇനി വീണ്ടും തൊട്ട് മുന്നത്തെ ടാബ് എടുത്ത് ഇനി ആ ടാബിന് ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തേ. ലെഫ്റ്റ് അടുത്ത വശത്ത് അവിടെ ക്ലിക്ക്, അതിന് തൊട്ട് ആരോമ ക്ലിക്ക് ചെയ്യും. അപ്പൊ വീണ്ടും നിങ്ങളുടെ അതിലേക്ക് വരും. കണ്ടോ? ഇനി അതും ലെഫ്റ്റിൽ മുകളോട്ടേക്ക് പോട്ടെ. ലെഫ്റ്റ് സ്ക്രോൾ അപ്പ് ചെയ്യും. അതല്ല നിങ്ങൾ മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യണം. ഞാനൊരു സാധനം കാണിച്ചെന്നാല് അതിപ്പോ മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടൂ. ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ലാസ് ഇപ്പൊ ഞാനൊരു തന്ന് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ തന്ന നിങ്ങൾ 3-4 മണിക്കൂർ പ്രാക്ടീസിന് അടുത്ത ദിവസം വരാൻ. ഇനി അടുത്ത പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണേ വീണ്ടും ന്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി അതിനൊരു ഹെഡിങ് കൊടുക്കുക. നിങ്ങൾ ഒരു ഫീച്ചർ എന്നിട്ട് അത് മാത്രം എഴുതുക. എന്നിട്ട് ഹാംബറിംഗ് എന്താണ്
ആ ഗിഫ്റ്റ്. ഗിഫ്റ്റ് മാത്രം ഹെഡിങ് കൊടുക്കുക. ഇനി എന്തൊക്കെ തരം ഗിഫ്റ്റുകൾ താഴെ കാണിക്കാൻ വേണ്ടി എഴുതിക്കോ. അത് എവിടെ സാർ എഴുതണ്ടേ? താഴെ അവിടെ നേരത്തെ നിങ്ങൾ താഴെ ക്ലിക്ക് ചെയ്തില്ലേ? ആ ഓക്കെ. അവിടെ അല്ല, ഇപ്പുറം വൈറ്റ് ബോക്സിൽ. അല്ലല്ല അല്ലല്ല, വെയിറ്റ് തിടുക്കം കാണിച്ച അവിടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് വേണ്ട, ഓക്കെ. ഇത് ചെയ്ത് പ്രാക്ടീസ് ആവും കേട്ടോ. ആ ഓക്കെ സാർ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കണ മെത്തേഡ് എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കണ കുട്ടികളെയാണ് പഠിപ്പിക്കണ പോലെ കാണിക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ട്? ബർത്ത്ഡേ ഗിഫ്റ്റ്. അവിടെ എഴുതാ ബർത്ത്ഡേ ഗിഫ്റ്റ്. നിങ്ങൾ ചാറ്റ് GPT ഒക്കെ വെച്ച് നല്ല രീതിയിൽ അത് സെറ്റ് ആക്കണം കേട്ടോ. ഓക്കെ സാർ. അതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റർ അടിക്കുക. പിന്നെ എന്നിട്ട് ഗിഫ്റ്റ് ഉള്ള എൻ്റർ അടിച്ചോളൂ. പിന്നെയോ ആനിവേഴ്സറി എഴുതാം. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇമേജസ് ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരാം. അവിടെ ഇമേജസ് ഒക്കെ ഓപ്ഷൻ ഉണ്ട്, മനസ്സിലായോ? നിങ്ങൾ സെർച്ച് ചെയ്യുക ഇമേജിന്റെ, അതൊക്കെ പിന്നീട് ചെയ്തോളൂ. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ. അപ്പൊ അടുത്ത പേജിന്റെ ഒക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ടോപ്പ് റൈറ്റിൽ പോയിട്ട് പബ്ലിഷ് അടിക്കുക. കൺഫേം കണ്ട. അപ്പൊ അടുത്ത പേജുമായി താഴേക്ക് താഴത്തെ 2 പേജായി അല്ലേ? ഇനി ഇത് നിങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന റിസൾട്ട് കാണണമെങ്കിൽ വീണ്ടും ടോപ്പിൽ പോയിട്ട് അടുത്ത ടാബുമ്പോൾ ക്ലിക്ക് ചെയ്യാം. മോളിൽ പോയിട്ട് അതല്ല ആ ടാബുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിന്റെ ബാക്ക് അടിച്ച് അതിന്റെ ഹോം പേജിലേക്ക് പോവാ. ഇതിന്റെ ബാക്ക് അടിക്കും ഇവിടെ. തന്നെ. അപ്പൊ ഹോം പേജിലേക്ക് വരും. URL മാറിയുണ്ടോ? ഇനി റിഫ്രഷ് അടിക്കുക. അപ്പൊ 2 പേജ് അവിടെ വന്നു. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം വരും. കണ്ടോ? ഗിഫ്റ്റ് വന്നു, വെൽക്കം ടോക്ക് ആൻഡ് ക്രാഫ്റ്റ് വന്നു. ഐഡിയ കിട്ടിയോ? ഇൻട്രസ്റ്റിംഗ്. കുറെ പണിയുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നവർ നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഞാൻ പറഞ്ഞു നിങ്ങളോട്, പ്രാക്ടിക്കൽ ക്ലാസ് ആണ്, പ്രാക്ടിക്കൽ ആണെന്ന് പറയണതാ. പ്രാക്ടിക്കൽ ആകുമ്പോൾ നിങ്ങൾക്ക് ടഫ് ഉണ്ട്, പക്ഷെ നിങ്ങൾ എക്സ്പെർട്ട് ആവും. ചെയ്ത് എക്സ്പെർട്ട് ആവും. ശ്രുതി മനസ്സിലാവുണ്ടോ? മനസ്സിലായി സാർ. ഇനി പേജ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ മേളിൽ വന്നോണ്ടിരിക്കും. അടുത്ത പോസ്റ്റുകൾ. ആ പോസ്റ്റുകൾ നിങ്ങൾ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നല്ല കണ്ട അത് ചാറ്റ് GPT ഉപയോഗിക്കുക. നല്ല നല്ല ഇമേജസ് നെറ്റ് ചെയ്യുന്ന അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകരുത്. കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിൽ നമുക്ക് ഫോണ്ട് ഒക്കെ മാറ്റാൻ പറ്റില്ലേ സാർ? ഇപ്പൊ ഈ ടൈറ്റിലിന്റെ എവറിത്തിങ് അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ. മുകളിലുള്ള എല്ലാം അത് നിങ്ങൾ കാണുമ്പോൾ പോലും നോക്കി പ്രാക്ടീസ് ചെയ്യാ. HTML പഠിക്കണ്ട. ഇപ്പൊ മനസ്സിലായില്ല HTML പഠിക്കണ്ട അത്. പക്ഷെ HTML പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവൂ. ക്ലിയർ ആയോ? ഇനി ഒന്നും കൂടി ബ്ലോഗ് തൊട്ട് മുന്നത്തെ പോസ്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്ത് ബ്ലോഗർ തൊട്ട് മുന്നത്തെ ടാബുമ്പോൾ ക്ലിക്ക് ചെയ്ത് തൊട്ട് മുന്നത്തെ ടാബ് അതന്നെ. അതവിടെയാണ് ചെയ്യേണ്ടത്. മറ്റേ നിങ്ങളുടെ വെബ്സൈറ്റ് പേജായി. ഇനി നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഗൂഗിളിൽ ചെന്നിട്ട് ഒരു ഗിഫ്റ്റിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇവിടേക്ക് ഇൻസർട്ട് ചെയ്യാം. ചെയ്തോളൂ. പുതിയ ടാബ് എടുക്കുക, ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യുക. ബർത്ത്ഡേ ഗിഫ്റ്റ് സെർച്ച് ചെയ്യാം. ഇമേജ് സെർച്ച് അതല്ല. ഗുഡ്. ഏതെങ്കിലും ഒരു ഇമേജ് അതെടുത്തോ, സെലക്ട് ചെയ്ത് നമ്മൾ പഠിക്കാനാണ് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. സേവ് ചെയ്യാം. ഗുഡ്. നിങ്ങളൊക്കെ എക്സ്പെർട്ട് ആവുമ്പോ തന്നെ സേവ് ചെയ്ത സ്ഥലം ഓർക്കണം കേട്ടോ. ഇനി വീണ്ടും അതിലേക്ക് വരാം, പോസ്റ്റ് എഡിറ്റിലേക്ക്. അത് തന്നെ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇമേജ് ഇൻസർട്ട് ചെയ്യാം മുകളിൽ. വെരി ഗുഡ്. അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ.
ഓ ഫൈൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തോ. ഡ്രാഗ് സൈനിന്റെ ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്തേ. ഈ സൈനിന്റെ പോപ്പപ്പ് ക്ലോസ് ചെയ്യും. നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്ത് ഇല്ല, ഒരു സൈനിൻ വന്നിട്ടില്ല, അത് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്യും. ഇനി ഒന്നും കൂടെ ഇമേജ് ക്ലിക്ക് ചെയ്ത് ഇൻസെർട്ട് ഇമേജ്, അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ. നിങ്ങൾ ക്ലിക്ക് ചെയ്ത സ്ഥലം മാറി. അതെങ്ങനെ ഇത് വരുന്നില്ലല്ലോ, ആക്സസ് ദിസ് കോണ്ടന്റ് ഒരിക്കലും വരില്ല. ഇത് നിങ്ങൾ വേറെ എവിടെ എന്ത് ചെയ്ത് വെച്ചിക്കണല്ലോ. എന്ത് സൈനിന് ചോദിക്കണം, കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുണ്ട്, നിങ്ങൾ സൈൻഡ് അല്ലേ. അത് സേവ് ആയില്ലെന്ന് തോന്നുന്നു. ഇമേജാ, ഇമേജ് സേവിങ്ങിന്റെ പറ്റില്ലല്ലോ. ഇമേജ് സേവിങ് ആയിട്ട് ഇത് ബന്ധമില്ല. റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇമേജ് സേവ് ആയി നേരെ കമ്പ്യൂട്ടറാണ് ഓപ്പൺ ആവണ്ടേ. ഡ്രാഗ് ചെയ്തൂടെ സർ? ഇല്ല, നിങ്ങൾക്ക് റൈറ്റ് ഇമേജുമേ റൈറ്റ് ക്ലിക്ക് അടിച്ച്, എങ്ങനെ? ഇമേജുമേ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഓക്കെ. എങ്ങനെ നിങ്ങൾ സേവ് ചെയ്തേ? അല്ലല്ലല്ല, ഒരു മിനിറ്റ്. ഇമേജുമേ റൈറ്റ് ക്ലിക്ക് അടിച്ച്. അടിച്ചു. ശരി, ആ 100 എഴുതിട്ടില്ലേ, 100 അവിടേക്ക് മൗസ് കൊണ്ടുവന്നേ. ഇതിൽ എവിടെ? ഒരു 100 എന്ന് പറഞ്ഞൊരു ഇമേജ് കണ്ടോ ലെഫ്റ്റ് സൈഡില്, ഓക്കെ. അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച്. നിങ്ങളുടെ റൈറ്റ് ക്ലിക്ക് അടി ശരിയല്ല കേട്ടോ. റൈറ്റ് ക്ലിക്ക് അടിക്കണില്ല, അതാണ് ഇങ്ങനെ വരണത്. ലെഫ്റ്റിലെ ക്ലിക്ക് അടിക്കണോണ്ട് ആ ഇമേജ് കൂടെ ഓപ്പൺ ആയ. മൗസിന്റെ റൈറ്റ് ക്ലിക്ക് അടിക്കാം. യു ഹാവ് ബീൻ ബ്ലോക്ക്ഡ്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് പൊട്ടിക്കണം. മതി, ഒന്നും ചെയ്യണ്ട. ശരി, ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? നേരത്തെ അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചപ്പോ ഉണ്ടോ, റൈറ്റ് ക്ലിക്ക് വന്നില്ല. അപ്പൊ അത് റൈറ്റ് ക്ലിക്ക് വർക്ക് ചെയ്യണില്ല കേട്ടോ, അതാണ് കിട്ടാത്ത. ശരി, അപ്പൊ മൗസ് ശരിയാക്കാം. ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പൊ ഒന്ന് റൈറ്റ് സൈഡിൽ അല്ല, അവിടെ ടോപ്പ് റൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാലോ. സ്ക്രീൻ ഷെയർ ചെയ്തേ, ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യേ. സ്ക്രീൻ ഷെയർ ചെയ്യേ. ഡോണ്ട് വറി. അതൊക്കെ എല്ലാം ക്ലോസ് ചെയ്തല്ലോ. ഓക്കെ. ഞാൻ പറഞ്ഞത് പയ്യന്മാർ വെയിറ്റ് ചെയ്യുക, എന്നാലേ കിട്ടും. നിങ്ങൾ ധൃതി കാണിച്ചാൽ തെറ്റുമേൽ തെറ്റ് വരുത്തും. ടോപ്പ് റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് കണ്ടോ, അതുമ്പോൾ ക്ലിക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നേരത്തെ നിങ്ങൾ പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? ടോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞ ഇത് കൂടുതൽ എങ്ങനെ മനസ്സിലാകാത്ത? ക്ലിക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് സ്ക്രീനിന്റെ ലെഫ്റ്റിലേക്ക് പോവാ, ബാക്ക് അടിച്ചോ. അവിടെ ബാക്ക് അടിക്കുക, കണ്ട. ഇനി അടുത്ത പേജുകൾ ഉണ്ടാക്കാം. നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്താലേ കിട്ടൂ. ശരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? നിങ്ങൾ ആരും ബിൽഗേറ്റ്സുകളല്ല, ആണോ? ഞാനും അല്ല. അപ്പൊ നമ്മൾ എഫേർട്ട് ഇടണം. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് 3-4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. അത്രയ്ക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. ക്ലാസ്സിലും പ്രാക്ടിക്കലാണ്, അത് കഴിഞ്ഞും പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ. ശ്രുതി ഇമെയിൽ ക്രിയേറ്റ് ചെയ്താ? ഇല്ല സർ, ഞാനിത് നോട്ട് ചെയ്തോണ്ടിരിക്കണായിരുന്നു. എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇത് റെക്കോർഡറാണ്. എനിക്കതൊന്ന് അത് അയച്ചു തരണേ സർ, ഞാനത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും വെരി ഗുഡ്. അപ്പൊ ഇത് റെക്കോർഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു കമ്പനിയുടെ പേര് ആലോചിക്കുക. ക്ലിയർ ആയോ? എങ്ങനെയാണ്? അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ക്ലിയർ? അപ്പൊ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയാസ് തരാം. ഒരു കമ്പനി ഉണ്ടാക്കുന്നു, ആ കമ്പനിക്ക് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മളൊരു കമ്പനിക്ക് ഒരു പേരുണ്ടാക്കണം. ആ പേരിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണേ. നമ്മൾ ആദ്യം ഞാൻ കുറച്ച് ബേസിക് പഠിപ്പിച്ചു, എന്താണ് HTML എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു കോഡിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് HTML കാണുമ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി.
എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി, അതിനു വേണ്ടിയാണ് ഞാൻ പഠിപ്പിച്ചത്. ആ. ഇനിയിപ്പോ ഒരാൾ പറയട്ടെ HTML എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതാണ് HTML. അത് മനസ്സിലാക്കാനാണ് ഞാൻ ബേസിക്. ഇനി HTML കഴിഞ്ഞു, HTML ഇനി പോണില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു HTML ഒന്നും ബൈഹാർട്ട് പഠിക്കണ്ട, ഇവിടെ ഒക്കെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിക്കോളും HTML. ക്ലിയർ? അപ്പൊ അത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഈസിയായി. HTML നിങ്ങൾ അയ്യോ അതൊക്കെ പഠിക്കണമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കലി എല്ലാം ക്രിയേറ്റ് ആവും. നിങ്ങൾ അതുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പഠിച്ച് പ്രാക്ടിക്കലി ചെയ്ത് അടുത്ത ലെവലിൽ പോകും. എററുകൾ വരും, മിസ്റ്റേക്കുകൾ വരും, തെറ്റുകൾ വരും. കാരണം ഇപ്പൊ നിങ്ങളൊരു ഈ ജിമെയിൽ ഓപ്പൺ ചെയ്യാൻ കിട്ടിയില്ല, ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഒരാളുടെ മൗസ് വർക്കിംഗ് അല്ല, മൗസ് ശരിയാക്കുക. ഞാൻ അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റർ ആവണോ, നിങ്ങൾക്ക് നല്ല ടൂള് വേണം, കമ്പ്യൂട്ടർ ശരിക്കും പഠിക്കണം. അതിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. പ്രാക്ടീസ് വരും, മിസ്റ്റേക്കുകൾ വരും, കറക്റ്റ് ചെയ്യുക. ചെല്ലും തോറും നിങ്ങൾ എക്സ്പെർട്ട് ആവും. ക്ലിയർ ആയി? നിങ്ങൾ തെറ്റ് വരുമ്പോൾ ടെൻഷൻ ആവേണ്ട. തെറ്റ് വരുമ്പോൾ നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാണെന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം നിങ്ങളൊരു പുതിയ സ്കില്ല് കിട്ടാണെന്നാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതെല്ലാം അറിയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പോകും. അപ്പം അത് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ടൊരു കാര്യം പഠിക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, എററുകൾ വന്നോട്ടെ, വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്നു, വീണ്ടും കേൾക്കുന്നു, അങ്ങനെ പഠിച്ചു ആദ്യം HTML നിങ്ങൾക്ക് ടഫായിട്ട് തോന്നി, പിന്നെ നിങ്ങളത് ചെയ്തു, കിട്ടി തുടങ്ങി. അതായത് ഞാൻ അടുത്ത ലെവലിൽ കൊണ്ടുപോവാണ്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അടുത്ത ലെവലിൽ. എന്താണ് ബ്ലോഗ് സ്പോട്ട് എന്ന് മനസ്സിലായോ? അതേപോലെ ബ്ലോഗ് ഓരോ പേജ് നിങ്ങൾ നാളെ വരുമ്പോ ഒരു മിനിമം 5 പേജ് ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നല്ല വാല്യുബിൾ ഇൻഫോർമേഷൻ ഉണ്ടാവണം, ബുള്ളറ്റ് ഉണ്ടാവണം, ഇമേജസ് ഉണ്ടാവണം. ക്ലിയർ ആയോ? ചില ഫോണ്ടുകൾ വലുതാക്കണം, സൈസ് കുറയ്ക്കണം. ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ വെബ്സൈറ്റ്. 5 പേജ് വേണം. അപ്പൊ നിങ്ങൾ അടുത്ത ഒരു വെബ്സൈറ്റിന്റെ നല്ലൊരു ഫുൾ ഐഡിയ കിട്ടാണ് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ്. അപ്പൊ നിങ്ങൾ അതിന് ചാറ്റ് GPT ഉപയോഗിക്കുക. അപ്പൊ ഞാൻ അതാണ് കാണിച്ചെന്ന്. ചാറ്റ് GPTയിൽ എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ ഓരോ പേജിന് ചേർത്തൊരു ഐഡിയ കൊടുത്താൽ മതി. ചാറ്റ് GPT വിൽ ക്രിയേറ്റ് കണ്ടന്റ് ഫോർ യു. ആ കണ്ടന്റ് കോപ്പി ഓടിയിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഇമേജ് ഗൂഗിൾ സെർച്ച് അതോടെ കൊണ്ടുവരാം. വേണമെങ്കിൽ എന്തെങ്കിലും ഫോണ്ട് കളറൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക, നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഒരു പ്ലാൻ ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിന് എത്ര പേജ്, വേറൊരു കോമ്പറ്റീറ്ററിന്റെ സൈറ്റ് പോയി പഠിക്കുക. യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം കോമ്പറ്റീറ്റർ സൈറ്റ്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. ഇതൊക്കെ പഠിച്ച് ടഫ് ഉണ്ടാവും. പഠിച്ച് ഒരു കമ്പനി കയറുമ്പോൾ ഇതൊക്കെ എളുപ്പമായി. എവറിത്തിങ് നിങ്ങൾക്ക് എളുപ്പം. നിങ്ങളെല്ലാം കണക്ട് എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. വെബ്സൈറ്റിൽ ഇൻഫോർമേഷൻ അവിടെ കിട്ടും, ഇവിടെ കിട്ടും, റിസർച്ച് നടത്തി ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളെല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേജിന്റെ സൈറ്റ് ഉണ്ടാക്കുക. ഞാൻ ഇതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് തരാം, കുറച്ചേ വന്നോളൂ, ഓട്ടോമാറ്റിക്കലി തരും. നിങ്ങൾ തന്നെ 5 പേജ് ഉണ്ടാക്കുക, നല്ല ബ്യൂട്ടിഫുൾ പേജ് ഉണ്ടാക്കുക, ഹെഡിങ്ങുകൾ കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം, എല്ലാം കറക്റ്റ് ചെയ്യാൻ ഭംഗിയാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഞാനിന്റെ റെക്കോർഡ് തരാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോളൂ. ശ്രുതി, വേറെ എന്തെങ്കിലും? ഇല്ല സർ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എല്ലാം. പിന്നെ ഇതിന്റെ അടുത്ത വർഷം നാളെ കാണിച്ചു തന്നെ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ജിമെയിൽ ശരിയാക്കാം, എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അതെനിക്ക് ഫോർഗെറ്റ് പാസ്വേഡ് കിട്ടാനുള്ള ഓപ്ഷൻ. അതേപോലെ പുതിയ ജിമെയിൽ ഉണ്ടാക്കാം. വെരി സിമ്പിൾ. പുതിയ ജിമെയിൽ ഉണ്ടാക്കാം. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ക്രിയേറ്റ് ന്യൂ ജിമെയിൽ. ഇത്തവണ പാസ്വേഡ് ഓർത്തിരിക്കുക, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ മിസ്റ്റേക്കിൽ നിന്ന് ഓരോന്ന് പഠിച്ച് പോവാ. ഏത് സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അത് എവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ റെക്കോർഡ് തരാം. ഓക്കെ, നാളെ കാണാം. ശരിക്കൊന്ന് ചെയ്യാം കേട്ടോ.